തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഒരു 40 കുട്ടികൾ ലൂർദ് മാതാ കെയറിലെത്തി ഭക്ഷണം വിളമ്പാനായിട്ട്, ഭക്ഷണം ഒരുക്കാനും ലൂർദ് മാതാ കെയറിലെ 125 രോഗികൾ, മെഡിക്കൽ കോളേജ് RCC പരിസരങ്ങളിലെ 300-ലധികം രോഗികൾക്കുമായിട്ട് ഭക്ഷണം ഒരുക്കുന്നതിനും വിളമ്പുന്നതിനും രോഗികളെ സന്ദർശിക്കുന്നതിനും ഒക്കെ ആയിട്ട് അവിടെയുള്ള ഡയറക്ടർ ഡോക്ടർ മാത്യു തെങ്ങുംപള്ളി അച്ഛനുമായിട്ട് ടീച്ചേഴ്സും കുട്ടികളും എത്തിയിരുന്നു. അവർ ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ രോഗിണിയായ ഒരു സ്ത്രീ വളരെ പ്രസാദത്തോടെ ഓടി അരികിലെത്തി. അങ്ങനെ ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് ഓടി വന്ന ആ രോഗിണിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസീത. ശരിയല്ലേ? ഞാൻ വാക്ക് പാലിച്ചു. ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷം. എൻ്റെ ഏട്ടൻ ഇവിടെ ഇല്ലാതായിപ്പോയി, വേറൊരു ഓട്ടത്തിലായിപ്പോയി. സുജിത്തിന് എൻ്റെ അന്വേഷണം കൊടുക്കണം കേട്ടോ. അച്ഛൻ വന്നാൽ ഫോട്ടോ എടുത്ത് വെക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിളിച്ചപ്പോ. ആണോ? ഇത് പ്രസീതയുടെ അമ്മയല്ലേ? അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഗീത. ഓക്കെ. ഈ അമ്മ അവിടെയാണെങ്കിലും ഉള്ള സമയത്ത് അമ്മ മകളുടെ കൂടെ അവിടെ ലൂർദ് മാതാ കെയറിലുണ്ടായിരുന്നു. മകന് അഭിജിത്ത് അല്ലെ മോനെ? ഒരു പെങ്ങളില്ലേ? പേരൻ്റെ നുഷ്യ. ഇവരെല്ലാവരും അവിടെ വന്നിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. രോഗാവസ്ഥയുടെ സമയത്തും ഈ പ്രസാദാത്മകതയ്ക്ക് പ്രസിദ്ധയ്ക്ക് യാതൊരു കുറവും ഞാൻ കണ്ടിട്ടില്ല. ശരിയല്ലേ? ആദ്യം എനിക്ക് അസുഖമെന്ന് കേട്ടപ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ആശുപത്രിയിൽ തന്നെ ഞാൻ മോനോട് പറഞ്ഞു. എൻ്റെ കൂടെ റിസൾട്ട് കാണിക്കാൻ വന്നപ്പോൾ ഇവനുണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. എവിടെയായിരുന്നു പ്രശ്നം? ബ്രസ്റ്റില്. ഇപ്പൊ ആ പ്രശ്നമൊക്കെ ഏറെക്കുറെ മാറിയോ? മാറി അല്ലേ? നല്ല മുടി ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു പ്രസീത? ഇല്ല, മുടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. തിക്നെസ് എല്ലാം അങ്ങ് പോയി. അതിന് മുന്നേ മുടി കൊഴിഞ്ഞു പോയിരുന്നു. ഇപ്പം പിന്നെ ഈ സ്റ്റൈൽ തന്നെ ആക്കി വെക്കാന്നുള്ളൊരു. രോഗമാണെന്ന് എങ്ങനെ അറിഞ്ഞേ? എനിക്ക് 2022 ജൂലൈയില് ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു. അന്ന് കഴിഞ്ഞിട്ട് ചികിത്സ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ഇത് തോന്നിയത്. അപ്പം നമ്മുടെ മാനന്തവാടി ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു. അതിൻ്റെ ബയോപ്സി റിസൾട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെയാന്നുള്ളത് അറിഞ്ഞത്. ഗീതമ്മ, ഒരമ്മയുടെ വിഷമം ഒരച്ഛൻ ഇവിടെ ഇരുന്ന് ചോദിച്ചാലോ പറഞ്ഞാലോ ഒന്നും അച്ഛന് മനസ്സിലായില്ല അല്ലേ? മകൾക്ക് എത്രാമത്തെ വയസ്സിലെ ഈ രോഗമാണെന്ന് അറിയുന്നേ? 34-ാമത്തെ വയസ്സിലാണ് ഈ രോഗം ഉണ്ടെന്ന് അറിയുന്നു. ഇപ്പം പ്രസീതയ്ക്ക് 36 വയസ്സ് കഴിഞ്ഞല്ലേ? എത്രാമത്തെ മകളാ പ്രസീത? 2ാമത്തെ. പിന്നീട് അമ്മയ്ക്ക് ഒരു മകനും കൂടെ? മകൻ മൂത്തത്, മോള്. ഏക മകളാണ്. അസുഖം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയാൻ വാക്കില്ല. അസുഖം നേട്ടം അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? ആർക്കും ഉണ്ടായിട്ടില്ല. അഭിജിത്തെ, അമ്മയുടെ അസുഖമൊക്കെ കേട്ടപ്പോഴേക്കും സങ്കടമായി. പിന്നെ വേറെ ചെയ്യാനുള്ള രോഗമെന്ന് പറഞ്ഞപ്പോൾ പോയി ട്രീറ്റ്മെന്റ് ആവാന്നല്ലാണ്ട് അമ്മക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടുകാർ ബാക്കിയുള്ള എല്ലാവരും ആയിരുന്നു. അതെനിക്ക് എപ്പോഴും മനസ്സിലാവുന്നുണ്ട്. കരച്ചിലും വീഴ്ചയിലൊക്കെ അമ്മക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാന്ന് വെച്ചിരുന്നു വിചാരിച്ചു അല്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പൊ നിൽക്കും. ഈ രോഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ അല്ലേ, ചുറ്റുമുള്ളവർക്ക് വളരെ ഇതാണ്. ചില രോഗികൾക്ക് വലിയ ഭയമാണ്. പക്ഷെ അതിൽ നിന്നും മോൻ്റെ അമ്മയ്ക്കുള്ളൊരു വ്യത്യാസമാണ് അമ്മയുടെ ആ ഒരു വിൽ പവർ എന്നൊക്കെ, ഇച്ഛാശക്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പേടിക്കാനൊന്നുമില്ല, ഇത് എല്ലാ മനുഷ്യന്മാർക്കും വരുന്നത് തന്നെയാണ്. അത് പുറത്തുള്ളവർക്ക് കേൾക്കുമ്പോഴാണ് വേറെ എന്തോ വലിയ രോഗമാണ്. ചിലവർ രക്ഷപ്പെടും. എന്തോ അമ്മേൻ്റെ ഒരു വിൽ പവർ കൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. അച്ഛൻ എങ്ങനെയായിരുന്നു അതിനെ കണ്ടത്? മോനെ അച്ഛനും കൂളായിരുന്നു. അച്ഛൻ കൂളായിരുന്നു. അച്ഛനും വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. ആണല്ലേ? പോയി ട്രീറ്റ്മെന്റ് ചെയ്യാ വരാവുന്ന അല്ലേ? തിരുവനന്തപുരത്തെ RCCയിലെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ സംതൃപ്തിയാണോ? നല്ല എന്താ
ഒരു നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറിയാൽ ആ ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യത്തിനൊരു മുഖം ഒരു സങ്കടത്തോടെ ദേഷ്യത്തോടെ നോക്കുന്നത് കാണാം. പക്ഷെ നമ്മുടെ RCCയിലെ എല്ലാ ഡോക്ടർമാരും അവിടെയുള്ള നേഴ്സുമാരാണെങ്കിലും അതെ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ പോലും അത്രയും നല്ല സ്നേഹത്തോടും പിന്നെ നല്ല കറക്റ്റായിട്ട് നമുക്കൊരു വഴി അറിയില്ലെങ്കിൽ അതുപോലും കറക്റ്റായിട്ട് നമ്മളെ കൊണ്ടെത്തിച്ചു തരുന്ന ഒരു നിരവധിയായ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും അവർ ഒരുമിച്ച് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പ്രസീത ഈ സമയത്ത് പറഞ്ഞത്. പല മാനസികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, സമനില തെറ്റിയ അനുഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിലാണ് പല രോഗികളും അവിടെ ഓടിയെത്തുന്നത്. ചിലപ്പോൾ അവരുടെ ഈ വരുന്ന രോഗികളുടെ അവരുടെ കൂട്ടിരിപ്പുകാരുടെ പെരുമാറ്റക്രമങ്ങളിൽ പോലും വ്യത്യാസങ്ങളൊക്കെ കാണാം, താളപ്പിഴകളൊക്കെ കാണാം, ദേഷ്യപ്പെടാനുള്ള കാര്യങ്ങൾ പോലും കാണാം. പക്ഷെ എന്നാലും അവിടെ ഡോക്ടേഴ്സോ നഴ്സസോ മറ്റേത് സംവിധാനത്തിൽ ഉള്ളവരോ ഒന്നും തന്നെ അവരെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം അവിടെ ലഭിക്കുന്നു. അതാണ് പ്രസീതയും സാക്ഷ്യപ്പെടുന്നത്, അല്ലേ? അതെ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓരോ ഡോക്ടർമാരെയും പിന്നെ നഴ്സുമാരാണെങ്കിലും നല്ലൊരു സഹകരണമുള്ള. ലൂർദ് മാതാ കെയറിൽ എങ്ങനെ എത്തിയത്? ആരാ പറഞ്ഞേ? അവിടെ ഒരു ഇടുക്കിയിലുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. ഒരു അമ്മക്ക് സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഏത് സമയം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു അമ്മയാണ്. ആ ചേട്ടൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ റൂമുകൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ ലൂർദ് മാതയുണ്ട്, ക്യാൻസർ കെയർ ഹോം ഉണ്ട്, അവിടെ നല്ല ഒരു സ്ഥാപനമാണ്, വേറെ അധികം ദൂരമില്ല, നിങ്ങളൊന്ന് അവിടെ പോയി അന്വേഷിച്ചോക്ക്, ഞങ്ങൾ അവിടെ നിൽക്കുന്നത് എന്ന് ആ ചേട്ടൻ മുഖാനായാണ് ലൂർദ് മാതയിൽ ഞങ്ങൾ എത്തിയത്. അവിടെയുള്ള സിസ്റ്റർ തെരേസാമ്മയായിരുന്നു, തെരേസാമ്മയും കരുണാമ്മയും. അവർ പറഞ്ഞ് ഇന്ന കാര്യങ്ങളൊന്ന് കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ റൂമുണ്ട്, ഇവിടെ തന്നെ നിൽക്കാം, നമ്മുടെ ഇടവകയുള്ള ഒരു അച്ഛൻ്റെ കത്തും നമ്മുടെ ആധാർ കാർഡ് അതും മാത്രം മതി, RCCയിൽ ട്രീറ്റ്മെൻറ്റിന് വന്നതെന്നുള്ള അതിൻ്റെ കാർഡും മാത്രം മതി. അപ്പോൾ ഞങ്ങൾ അതൊന്നും അറിയാതെയാണ് അവിടെ വന്നത്. അപ്പോൾ അന്നത് മതി എന്ന് പറഞ്ഞപ്പോൾ വേഗം അച്ഛനെ വിളിച്ചിട്ട് ഇവിടുത്തെ ഇടവകയുള്ള അച്ഛൻ്റെ അച്ഛൻ പള്ളിയിൽ അച്ഛന്മാർ വേണമെന്ന് തോന്നുന്നില്ല. നമുക്ക് വാർഡ് കൗൺസിലർമാരോ നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പേഴ്സൊക്കെ ഇല്ല, അവരുടെ ആരുടെയെങ്കിലും. കാരണം പല മതവിഭാഗങ്ങളിലുള്ളവരാണ്. ഇനി അച്ഛന്മാർക്ക് പരിചയം ഉണ്ടെങ്കിൽ എളുപ്പമെന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഓക്കെ. പ്രസീതയുടെ അച്ഛൻ്റെ പേര് ശശി എന്നാണ്. ചേട്ടനും അവിടെ വന്നിട്ടുള്ളതാണ്, തിരുവനന്തപുരത്ത്. അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കൂലിപ്പണിയാണ്. ഇപ്പോഴും പോകുന്നുണ്ടോ? പണിക്കൊക്കെ പോകുന്നുണ്ടോ? ആണോ? ദിവസക്കൂലിപ്പണിക്ക് പോകും? പറമ്പിലെയൊക്കെ പണി? പറമ്പിലെ പണിയല്ല, വാർക്കപ്പണിക്കാണ് പോകുന്നത്. ഓ ശരി ശരി. നല്ല കട്ടിയുള്ള ജോലിയാണല്ലോ അത്. ആണല്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടന്നു പോകും. മക്കളും മകനും നോക്കും. ആണല്ലേ? ഇപ്പൊ ഈ മകളുടെ അസുഖം വന്നപ്പോൾ അതിന്റെ ചെലവുകളൊക്കെ ഈ കാര്യങ്ങളിലൂടെ പോകുമായിരുന്നോ? പോയിരുന്നു. ആണല്ലേ? സഹായങ്ങളൊക്കെ ആൾക്കാരൊക്കെ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുന്നോട്ട് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ ബേസിലും അതെ, എല്ലാ ചുറ്റുപാടുള്ള ആളുകളൊക്കെ സഹായിച്ചു അല്ലേ? മകളുടെ അസുഖത്തെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോഴേക്കും? മകളുടെ അസുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് 2 കൊല്ലം മുമ്പേ ഇവക്ക് രക്തം പറ്റിപ്പോന്നൊരു സംഗതി ഉണ്ടായിരുന്നു ശരീരത്തിൽ. അങ്ങനെ പിന്നെ അതിനെ പഴവർഗ്ഗങ്ങളും കംപ്ലീറ്റ് വാങ്ങിക്കൊടുക്കും. അന്നേരം ഒന്നും ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്നാ രോഗം എന്നുള്ളത്. അങ്ങനെ ഇവക്കൊരു വണ്ടി ആക്സിഡൻ്റ് ആയി. ആ വണ്ടി ആക്സിഡൻ്റ് ഇല്ലാന്ന് തിരിയുന്നത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ 3 മുഴയുണ്ടെന്ന് അതെടുത്തൊക്കെ 3 മുഴയുണ്ടായിരുന്നു മാൻ്റെ അവിടെന്ന്. പിന്നെ അങ്ങനെ തന്നെ കോഴിക്കോട് പോയി പറഞ്ഞൊരു മാസം കഴിയാണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്കിരുന്ന് സംസാരിക്കുമ്പം ഈ ഒരു വിൽ പവർ അച്ഛനാണോ കൂടുതലുള്ളത്, അല്ലേ? ഇപ്പൊ എന്റെ നിരീക്ഷണം ശരിയാ? ചിലവിടെ പെട്ടെന്ന് നിങ്ങൾ വിഷമമുണ്ടാ? അച്ഛൻ്റെ മകളാന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഓക്കെ. പ്രസിദ്ധ എത്ര നാളുണ്ടായിരുന്നു ലൂർദ് മാതാ കെയറിലെ? അത് 1 വർഷം ഞങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോകണമെങ്കിലും ഇടക്കിടക്ക് 15 ദിവസം കൂടുമ്പം കീമോ അല്ലേ.
അപ്പോൾ അതിന് മുന്നേയും ഒരു മാസം അവിടെ നിന്നു. ഈ കീമോ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ അവിടെ തന്നെയാ. എത്ര സൈക്കിൾ ചെയ്തായിരുന്നു കീമോ? 8 സൈക്കിൾ ചെയ്തു. അതിൽ റേഡിയേഷനോ? റേഡിയേഷൻ 20 റേഡിയേഷൻ. 8 സൈക്കിൾ കീമോയും 20 റേഡിയേഷനും. അതിനൊക്കെ ഞങ്ങൾ ആകെ 4 കീമോയ്ക്ക് മാത്രമേ പിന്നെ അവിടെ നിൽക്കാതെ പോയി വന്ന്. ബാക്കിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ അവിടെ തന്നെ. 2 കീമോയ്ക്കിടയിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു? 15 ദിവസത്തെ ഗ്യാപ്പാണ് അല്ലേ? ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു നിന്നത്. ഞങ്ങൾക്ക് വളരെ നല്ല എന്താ പറയാ, അതിന് അവിടെ നമുക്കൊരു ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ താമസിക്കുമ്പം പിന്നെ ഭക്ഷണമുണ്ട്, താമസമുണ്ട്, വൃത്തിയും വെടിപ്പും അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, പലതരത്തിലുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളുണ്ട്, കൗൺസിലിങ്, പല മേഖലയിലുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ അവിടെയുള്ള പെരുമാറ്റങ്ങൾ. ഇവയിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിന് അധികാരികളാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ പെരുമാറ്റങ്ങളെ അവിടെ പ്രസിദ്ധ ഏറ്റവും ആകർഷിച്ചത് ഏതാ? നമ്മുടെ തെരേസാമയും കരുണാമയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രയും സ്നേഹത്തോടു കൂടിയാ അവര് നമ്മളെ നോക്കിയത്. എന്നുവെച്ചാല് വേറൊരു സ്ഥാപനത്തിൽ പോയി ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ ആദ്യമേ ഇവിടെ തന്നെയാ വന്നത്. പിന്നെ ഇവിടുന്ന് മാറാത്തതും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പരിചരണം. അച്ഛനെ പറയില്ല, അച്ഛനാണെങ്കിലും ഞങ്ങൾക്ക് എന്തിനാണെങ്കിലും കൂടെ നിന്നതാ. ഇല്ല, അതല്ല ഞാൻ ചോദിച്ചത്. നമുക്കവിടെ ഈ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ആ ഭവനം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് 2 സിസ്റ്റേഴ്സിന്റെ ഇമേജ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നു അല്ലേ? അത് വലിയ കാര്യമാണ്. ഇനി അതല്ല, ഇനി അവിടെയുള്ള ചിലരുടെ ചിലപ്പം കഴിഞ്ഞ ദിവസം ഒരാള് സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞു, അച്ഛാ അവിടുത്തെ ആ വൃത്തി അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, അത്രയും ആ കിച്ചണിലേക്ക് ഉൾപ്പെടെ ഒരു വൃത്തി എന്നും പറഞ്ഞുകൊണ്ട് സാറ് പറയുന്നത് കേട്ടു. ഓരോരുത്തരെയും ആകർഷിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. കിച്ചണിന്റെ കാര്യം അമ്മയാ പറയാം. അമ്മയാണ് ഇടക്ക് എപ്പോഴും അവിടെ പോകുന്നത് സഹായിക്കാൻ. അമ്മ സഹായിക്കാന്നല്ലേ? അമ്മ എന്ന് പറയാമോ നമ്മൾ അവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഒരു കുറവ് പോലും നമുക്ക് അവരുടെ കാര്യത്തിൽ നമുക്ക് ഒരു വിധത്തിലും പറയാൻ നമുക്കില്ല. കാരണം നമുക്ക് സമയത്തിന് ഭക്ഷണം, അവിടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടവർക്കാണ് അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന മതം നമുക്ക് ഇല്ല. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതിനുള്ള പോയിട്ട് പ്രാർത്ഥന എത്രയോ ദിവസം ഞാൻ കൂടിയിട്ടുണ്ട്. അതൊരു എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ അവിടെ പറ്റി ഒരു വിപരീതമായിട്ടു നമുക്കൊന്നും പറയാനില്ല. അവർ നമ്മളെ നേരത്തിനെ വിളിച്ച് എണീപ്പിക്കും. നമുക്ക് പ്രാർത്ഥന ഭക്ഷണ ഒരു വൃത്തി എന്ന് വെച്ചാൽ നമുക്കൊരു റൂം ഒരു ക്ലീൻ എന്ന് വെച്ചാൽ അത്രയും വൃത്തി നമുക്ക് വേറെ എവിടെയും കിട്ടൂല. നമ്മൾ അത്രയും പരിചരണം അവിടെ സിസ്റ്റർമാരായിക്കോട്ടെ ആരാണെങ്കിലും. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും കൂടി ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഹൗസിലെ വിവിധ മതവിഭാഗങ്ങളിലുള്ളവരുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, ക്രിസ്ത്യാനികൾ തന്നെ പല വിഭാഗങ്ങളിലുള്ളവരുണ്ട്, ഹൈന്ദവരായ സഹോദരങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്കവിടെ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് പോകുന്നതിന് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു വേർതിരിവോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നി. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ഏത് തോന്നിയിട്ടില്ല. അവിടെ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. അവിടെ നമ്മളൊരു വീട് നമ്മളൊരു പോലെ നമുക്ക് തോന്നിയിട്ടുള്ളൂ. എതിരഭിപ്രായം ഒരു അഭിപ്രായം നമുക്ക് അവരെ പറ്റിയിട്ട് ഇല്ല. ഞങ്ങൾ മറക്കൂല. ഞാൻ അന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ നമ്മൾ പോന്ന്, നമ്മൾ ആ 14 ദിവസം എത്ര ദിവസം അവിടെ നിന്നിട്ട് ഞങ്ങൾ പോന്ന്, നമ്മൾ ഈ ഒരു ജീവിതം എനിക്ക് മറക്കാൻ പറ്റൂല. ഈ ഒരു അവിടെയുള്ളൊരു ജീവിതം. ഇപ്പോൾ ചെക്കപ്പിന് വരുന്നുണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ച ചെക്കപ്പിന് വന്നത് എത്ര ദിവസം കൂടിയിരുന്ന, എത്ര നാൾ കൂടിയിരുന്ന വന്നത്? 4 മാസം കഴിഞ്ഞിട്ടാ. കഴിഞ്ഞ 4ാമത്തെ മാസമാണ് ഞങ്ങൾക്ക് ചെക്കപ്പിന് വന്നത്. ഈ 4 മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ അറിയണമെന്ന് പോലും ഇല്ല, പുതിയ പേഷ്യൻസായി പുതിയ ആളുകളായി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ഓരോ പ്രാവശ്യവും ചെക്കപ്പിന് വരുമ്പോഴും ആ ചെക്കപ്പ് കഴിഞ്ഞ് നേരെ വണ്ടി വരുന്നത്, ഓട്ടോറിക്ഷ വരുന്നത് എവിടേക്കാ? ലൂർദ് മാതാ. അങ്ങനെയുണ്ടെങ്കിൽ അത് എന്തോ ഒരു സാരമായിട്ട് എന്തോ സ്വാധീനിച്ചിട്ടുണ്ട്. അതെന്താ? അവിടെയുള്ള അച്ഛനും സിസ്റ്റേഴ്സും തന്നെ ഞങ്ങളെ സ്വാധീനിച്ചത് അവിടെ. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ മാത്രം ഞങ്ങളുടെ തെരേസാമേനെയും കാണാൻ പറ്റിയില്ല. മുൻപ് സേവനം ചെയ്തിരുന്ന സിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പ്രസിദ്ധ പറയുന്നത്. ഇപ്പോൾ പുതിയ സിസ്റ്റേഴ്സാണ്. അവരും ഒരുപോലെ തരം നല്ല 2 പേരും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി അവര് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. സിസ്റ്റർ നിർമ്മലയും സിസ്റ്റർ ജസ്ലിനും വളരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എങ്കിൽ ആദ്യമുള്ള ആളുകളോട് തീർച്ചയായിട്ടും നമുക്കൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അതാണ് പ്രസീത പറഞ്ഞത് അല്ലേ? പിന്നെ ജെയ്സൺ ചേട്ടൻ ആ അവരെയും കണ്ടിരുന്നു. നമ്മളെ ചാച്ചനെ മാത്രം ഞാൻ കണ്ടില്ല ഇപ്രാവശ്യം. ചാച്ചൻ എന്തോ വയ്യ. അച്ഛന് സുഖമില്ലാതെ വിളിച്ചിരുന്നില്ല. അഭിജിത്തെ, തിരുവനന്തപുരം ടൂറിനെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ? ഭക്ഷണം അത് തന്നെ. എവിടുത്തെ? ലൂർദ് മാതത്തെ ലൂർദ് ഭക്ഷണം കഴിക്കുക. ഇഷ്ടമായിരുന്നു അവിടുത്തെ കുക്കിങ്? ഭക്ഷണം വയനാടുമായിട്ട് അത്ര ചേർന്ന് പോകുന്ന കുക്കിംഗ് ആണോ? അതെ, അത് വേറെ തന്നെ ഒരു ഫുഡാണ്. ആണോ? വേറെ തന്നെ ഒരു ടേസ്റ്റും. ഇവിടുത്തെ ഒരു ഫുഡല്ല, വേറെ തന്നെ ഒരു ഫുഡ്. ടേസ്റ്റ് ആണ്. ഭക്ഷണം വളരെ ഇഷ്ടമായിരുന്നു. ഭക്ഷണത്തിൽ കുറവ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കുറവില്ല, കൂടുതൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രാത്രി പൊറോട്ടയും ബീഫും ആ സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? എല്ലാ ദിവസവും രാത്രി പൊറോട്ടയും ബീഫും തന്നെയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ചില ബൈസ്റ്റാൻഡേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സന്നദ്ധരാണെങ്കിൽ ചില മെനു ഒന്ന് മാറി പരീക്ഷിക്കാറുണ്ട്. അതും ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സ് കുറച്ചും കൂടി രുചികരമായ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണത്. അവരും അതിനോട് സഹകരിക്കാറുണ്ട്. അത് വളരെ നന്നായി പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പൊറോട്ടയൊക്കെ കിട്ടിയല്ലേ? ഞങ്ങൾ പൊറോട്ട വളരെ കുറച്ച് കൊടുക്കുന്നതാണ് അവിടെ. ബിരിയാണി ആണോ? ഒരാഴ്ച ഫുള്ള് ചിക്കൻ തന്നെയായിരുന്നു. അതല്ലേ? ഹോട്ടലുകളിലൊന്നും പോയിട്ട് ഞങ്ങൾക്ക് അത്ര വലിയ തോന്നിയിട്ടില്ല. ആവശ്യം വരുന്നില്ല. വരുന്നില്ല. നമുക്ക് എപ്പോഴും അവിടുത്തെ തന്നെ നല്ല നേരത്തിന് ചൂടുള്ള ഭക്ഷണം, അതോ തണുത്തതോ ഉച്ചക്കത്തതോ തലേ ദിവസത്തതോ ഒന്നും കൊടുക്കൂല. അന്നേരത്തേക്ക് വേണ്ടത് അത് മാത്രം ഉണ്ടാക്കും. അതോ നല്ല ചൂടുള്ള ഭക്ഷണമായിരിക്കും. രാത്രിത്തെ കഞ്ഞി കഞ്ഞിയും പേറും. പ്രത്യേകിച്ച് സ്പോൺസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ചിക്കനോ അങ്ങനെയുള്ള അവരെന്താണോ കൊടുക്കാൻ പറയുന്നത് അത് കൊടുക്കാറുണ്ട്. നമ്മൾ തന്നെ അത് പാചകം ചെയ്താണ് കൊടുക്കാറുള്ളത്. പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ നമ്മൾ അകത്ത് അങ്ങനെ കേറ്ററിംഗ് സർവീസസിൻ്റെയോ അങ്ങനെയുള്ളവരുടെ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം ഇമ്മ്യൂണിറ്റി പവർ ഉൾപ്പെടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിലെ ഈ രോഗികൾ അനുഭവിക്കുന്നത് കൊണ്ട് അവരുടെ എരിവും പുളിയൊക്കെ നോക്കി അതനുസരിച്ച് ഏറ്റവും അവർക്ക് യോജിച്ച രീതിയിലാണ് അവിടുത്തെ ഭക്ഷണം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കാറുള്ളത്. അത് പുറത്തുനിന്ന് നമുക്ക് സ്പോൺസേഴ്സ് ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇട ദിവസങ്ങളിൽ കഞ്ഞിയും പയറും തോരനും മറ്റച്ചാറും അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും സാധാരണഗതിയിൽ വരുന്നത്. സംതൃപ്തിയോടെ മടങ്ങിക്കോട്ടെ. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പോകാം. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു കേട്ടോ. അമ്മ ഇതമ്മ നല്ലൊരു വർഷമാകട്ടെ 2025. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ.